പല കാറ്റഗറിക്കും 22%, 23%, 30% ഒക്കെ ആമസോൺ കമ്മീഷൻ കളക്ട് ചെയ്യുന്ന പല കാറ്റഗറിയിലുണ്ട്. ആമസോണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് സെൽ ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് വരിക, അതുപോലെ തന്നെ ഫൈനൽ എമൗണ്ട് നമുക്ക് എന്താ കിട്ടുക, ഇതിനെ കുറിച്ചിട്ടൊന്നും പല ആളുകളും അവെയർ അല്ല. പക്ഷെ എല്ലാവരും ഇന്ന് ഒരു ഒട്ടുമിക്ക ആളുകളും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് അവര് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ നോക്കാം. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിന് 1000 രൂപയാണ് വില എന്ന് വിചാരിക്കുക. ആ പ്രൊഡക്റ്റിന് ഇന്ത്യയിൽ 18% ടാക്സ് ആണെങ്കിൽ ടോട്ടല് 1180 വരും. 180 രൂപ ടാക്സ് അടക്കം കൂട്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളെടുത്ത് നിന്ന് 1180 രൂപ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്ത എമൗണ്ടിൽ ആമസോൺ 10% ആമസോണിന്റെ കമ്മീഷൻ ഡിഡക്ട് ചെയ്യും. അപ്പൊ 1000 രൂപന്റെ പ്രൊഡക്റ്റിൽ നിന്ന് ആമസോൺ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% 100 രൂപ കമ്മീഷൻ ആയിട്ട് ഡിഡക്ട് ആവും. പിന്നെ അടുത്തൊരു ഡിഡക്ഷൻ വരുന്നത് ആമസോൺ ഈ പ്രോഡക്റ്റ് ഓൾ ഓവർ ഇന്ത്യ സെൽ ഔട്ട് ചെയ്യുന്നതിന് ഒരു ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കും. ഷിപ്പിംഗ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഏരിയക്കും പല റേറ്റ് ആയിരിക്കും. ലെസ് ഒരു 50 രൂപ ഷിപ്പിംഗ് ചാർജസും ഡിഡക്ട് ചെയ്ത്. അടുത്തത് ആമസോൺ ഡിഡക്ട് ചെയ്യുക TCS ആണ്. നമ്മൾ ആമസോൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ടോട്ടൽ എത്രയാണോ സെയിൽസ് ജനറേറ്റ് ചെയ്തത് അതിന്റെ 1% ആമസോൺ ഡിഡക്ട് ചെയ്യും. അത് നമ്മൾ ടോട്ടൽ ഈ ഒരു കേസിൽ നമ്മൾ ജനറേറ്റ് ചെയ്തത് 1180 ആണ്. അതിന്റെ 1% പറഞ്ഞാൽ 11 രൂപ 80 പൈസ ആമസോൺ TCS ആയിട്ട് ഡിഡക്ട് ചെയ്യും. ഈ ഡിഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ബാലൻസ് നമ്മളെ കയ്യിലേക്ക് ഒരു 1180 രൂപന്റെ പ്രൊഡക്റ്റ് നമ്മൾ സെൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് 1018 രൂപ 20 പൈസയാണ്. പക്ഷെ ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ നമുക്കുള്ള കയ്യിലേക്ക് ആമസോൺ ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുള്ള ഈ എമൗണ്ട് നിന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ മുകളിൽ ആമസോൺ കളക്ട് ചെയ്തിട്ടുള്ള GST ഉണ്ടാവും 180 രൂപ. അത് നമ്മൾ ഈ കളക്ട് ചെയ്ത എമൗണ്ട് നിന്നാണ് പേ ചെയ്യേണ്ടത്. അപ്പൊ അതും കൂടെ നമ്മൾ ഈ 1018 രൂപ 20 പൈസന്ന് കുറയ്ക്കാനുണ്ടാവും. പിന്നെ ആമസോൺ ഇപ്പൊ നമ്മളെടുത്തുന്ന ആമസോൺ ഡിഡക്ട് ചെയ്തിട്ടുള്ള ഈ TCS എമൗണ്ട് നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആകുമ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്ലെയിം കാര്യങ്ങൾ കിട്ടും. ആ ഫുൾ എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഇതില് നമ്മളിപ്പോ ഒരു 10% ആമസോണിന്റെ കമ്മീഷൻ ആയിട്ട് കാണിച്ചിട്ടില്ലേ. അപ്പൊ ഇത് 10% അല്ലേ ഉള്ളൂ, അതുകൊണ്ടൊന്ന് ചെയ്തു നോക്കാം എന്ന് ആരും വിചാരിക്കേണ്ട. ഇതൊരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് 10% പറഞ്ഞുള്ളൂ. പല കാറ്റഗറിക്കും 22%, 23%, 30% ഒക്കെ ആമസോൺ കമ്മീഷൻ കളക്ട് ചെയ്യുന്ന പല കാറ്റഗറിയിലുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണോ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിന് ആമസോൺ എന്ത് കമ്മീഷനാണ് വാങ്ങിക്കുന്നത്, ആ പ്രൊഡക്റ്റ് ഓൾ ഓവർ ഇന്ത്യ സെൽ ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ ഇതിന്റെ ഷിപ്പിംഗ് ചാർജസ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ശേഷം വേണം നമ്മളൊരു പ്രൊഡക്റ്റിന്റെ റേറ്റ് ഫിക്സ് ചെയ്യാൻ. അതിന്റെ അകത്ത് നമ്മൾ GSTയും കൂടെ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. അപ്പം ഇ-കൊമേഴ്സ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഇതിന്റെ കാൽക്കുലേഷൻ വർക്ക് ചെയ്യുക.